രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ഈ വോട്ടിംഗിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 1.5 ദിവസത്തിനിടെ 1,63,000-ത്തിലധികം ഭക്തരാണ് ശബരിമലയിലെത്തിയത്. മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. അതേസമയം തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുമെന്നും നിലവിലെ സ്ഥിതി ഭയാനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പമ്പയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നിയന്ത്രിക്കാൻ പോലീസ് ചീഫ് ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിന് പമ്പയിലേത് കൂടാതെ നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ കൂടി സ്ഥാപിക്കും. മരക്കൂട്ടത്തെയും ശരംകുത്തിയിലെയും ക്യൂ കോംപ്ലക്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് രൂപപ്പെടുന്നത്. 1.5 ദിവസത്തിനിടെ 1,63,000-ത്തിലധികം പേരാണ് മല ചവിട്ടിയത്. മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ തന്നെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തന്മാർ മല ചവിട്ടി ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. ഇന്ന് അത്യധികം തിരക്കാണെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഭക്തരുടെ വരവ് നിയന്ത്രിക്കാനടക്കം നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുമെന്നും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ഭക്തൻ തീർത്ഥാടനം പൂർത്തിയാക്കി മടങ്ങാൻ സാധിക്കുമെന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 1.5 ദിവസത്തിനിടെ 1,63,000-ത്തിലധികം പേരാണ് ഇതുവരെ മല ചവിട്ടിയിരിക്കുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും തിരക്കാണ് ശബരിമലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇടവേള.